കോൺഗ്രസ് ഒരു പിളർപ്പിലേക്കോ എന്നൊരു ചോദ്യചിഹ്നം നിർത്തിക്കൊണ്ട് പലതരത്തിലുള്ള ഊഹാപോഹങ്ങളായിരുന്നു ആ പാർട്ടിക്കുള്ളിൽ നടന്നത്. അത്തരത്തിൽ നമുക്ക് തോന്നുന്ന രീതിയിലായിരുന്നു ആ ഒരു പാർട്ടിക്കുള്ളിലെ നേതാക്കന്മാരുടെ കസേരയ്ക്ക് വേണ്ടിയിട്ടുള്ളതായാലും അല്ലെങ്കിൽ അവരുടെ അഭിപ്രായങ്ങളായാലും വിവാദങ്ങളും എല്ലാം വഴിവെച്ചിട്ടുണ്ടായിരുന്നത്. അതിൽ ഏറ്റവും ലേറ്റസ്റ്റ് എന്ന് പറയാൻ പറ്റുന്നത് സുധാകരനെ KPCC അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് മാറ്റുന്നതിനെ തുടർന്നുണ്ടായ വിവാദമായിരുന്നു. പക്ഷേ ആ ഒരു വിവാദം എന്ന് പറയുന്നത് സുധാകരൻ പോലും അംഗീകരിക്കാത്ത കുറച്ച് കാര്യങ്ങളായിരുന്നു. കാരണം എനിക്ക് യാതൊരു തരത്തിലുള്ള പരാതിയും ഇല്ല എന്നായിരുന്നു KPCC സ്ഥാനം ഒഴിയുന്നതിന് മുമ്പ് അദ്ദേഹം പറഞ്ഞിരുന്നത്. പക്ഷേ ഇങ്ങനെ ഒരാളെ നിയമിക്കുന്നതിൽ അതൃപ്തി ഉണ്ടോ എന്നുള്ള കൃത്യമായ രീതിയിൽ ചോദിച്ചതാണ്. അപ്പോൾ പറഞ്ഞ പാർട്ടിയുടെ നിർദ്ദേശപ്രകാരം ഞാൻ സ്ഥാനം ഒഴിയുന്നു, എനിക്ക് യാതൊരു തരത്തിലുള്ള പരിഭവവും അതിലില്ല എന്നുള്ളത് കൃത്യമായി അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനുശേഷം പല വിവാദങ്ങളും നമ്മൾ പാർട്ടിക്ക് അകത്ത് നിന്നല്ലാതെ പുറത്തു നിന്ന് ഒരുപാട് വിവാദങ്ങൾ കേട്ടിട്ടുണ്ടായിരുന്നു. ഇത്തരത്തിൽ പാർട്ടിയിൽ ഒരുപാട് അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്, ഭിന്നതകളുണ്ടെന്ന്. പക്ഷേ KPCC സ്ഥാനം ഏറ്റെടുക്കുന്ന സമയത്ത് സ്ഥാനം ഏറ്റെടുക്കുന്ന ആ ചടങ്ങിലാണെങ്കിൽ പോലും എല്ലാ പാർട്ടിയിലെ എല്ലാ നേതാക്കളും ഒരേപോലെ നിന്ന് മുമ്പോട്ട് പോകും എന്നുള്ള രീതിയിലായിരുന്നു. അത്രയും ഒരുമയോട് കൂടിയായിരുന്നു ആ ഒരു പരിപാടിയാണെങ്കിലും അത് വളരെ അപ്രതീക്ഷിതമായിട്ടായിരുന്നു ആ ഒരു പരിപാടി നടന്നിട്ടുണ്ടായിരുന്നത്. സണ്ണി ജോസഫിനെ KPCC അധ്യക്ഷ സ്ഥാനത്തേക്ക് മാറ്റുന്ന ഒരു കാര്യം വളരെ അപ്രതീക്ഷിതമായിട്ടായിരുന്നു. കാരണം അത്രയും തൊട്ടടുത്ത ദിവസം വരെയും സുധാകരനെ പിന്തുണച്ചുകൊണ്ട് ഒരു കൂട്ടം ആൾക്കാർ വരുന്നു. അതുപോലെ തന്നെ സുധാകരൻ എന്തൊക്കെ വന്നാലും താൻ മാറില്ല എന്നൊരു നിലപാടെടുക്കുന്നു. തനിക്ക് അനാരോഗ്യകരമായിട്ടുള്ള യാതൊരു തരത്തിലുള്ള പ്രശ്നവുമില്ല, താൻ ഇതിന് ഫിറ്റാണ് തുടങ്ങിയ രീതിയിലുള്ള കാര്യങ്ങളെല്ലാം പറയുമ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുന്നത് മറ്റൊരാൾക്ക് ഇനി ഒരു ഓപ്ഷൻ ഇല്ല എന്ന് പ്രതീക്ഷിച്ചിരിക്കുമ്പോഴായിരുന്നു തൊട്ടടുത്ത ദിവസം ഇത്തരത്തിലൊരു ന്യൂസ് വരുന്നത്. ഹൈക്കമാൻഡിന്റെ തീരുമാനം അംഗീകരിച്ചുകൊണ്ട് ഞാൻ ഈ സ്ഥാനം ഒഴിയുന്നു എന്ന രീതിയിലാണ് അദ്ദേഹം ആ തീരുമാനത്തെ കണ്ടത്. അതെ. പിന്നീട് കെ സുധാകരന് പകരം സണ്ണി ജോസഫ് MLA ഇതുപോലെ പുതിയൊരു അധ്യക്ഷ സ്ഥാനത്തെ ഒരു സ്ഥാനം ഏറ്റെടുക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഇത് ഏറ്റവും വിവാദമായിട്ട് അല്ലെങ്കിൽ ഏറ്റവും പുതിയൊരു ന്യൂസ് എന്ന് പറയുന്നത് അതിലെ അദ്ദേഹത്തിൻ്റെ അതൃപ്തി അറിയിച്ചുകൊണ്ട് കെ സുധാകരൻ രംഗത്തെത്തിയിരിക്കുകയാണ്. വളരെ പരസ്യമായിട്ട് തന്നെ പറഞ്ഞിരിക്കുകയാണ് തനിക്ക് ഇതിൽ അതൃപ്തി ഉണ്ടായിരുന്നു, തന്നെ ഇത്തരത്തിൽ മാറ്റിയത്, അതായത് ആ മാറ്റിയൊരു രീതി ശരിയാണോ എന്ന് പരിശോധിക്കേണ്ടതായിട്ടിരിക്കുന്നു. കാരണം പാർട്ടിയിലെ ഉന്നത നേതാക്കളുമായിട്ടുള്ള ഒരു ചർച്ച പാർട്ടിക്കകത്ത് നടക്കുന്നില്ല എന്നുള്ള കാര്യം കൂടി അദ്ദേഹം വ്യക്തമാക്കിയിരിക്കുകയാണ്. പാർട്ടിക്കകത്ത് തന്നെ ഒരു കോർഡിനേഷൻ ഇല്ല എന്ന് തന്നെയാണ് പറയുന്നത്. ആരുമായും പരസ്പരം സംസാരിക്കുന്നില്ല, അല്ലെങ്കിൽ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാരുടെ ആരുടെടുത്തും ഒന്നും തന്നെ ചോദിക്കുന്നില്ല. എല്ലാം സ്വയം തീരുമാനിക്കുക, ആരൊക്കെയോ തീരുമാനിക്കുന്നു, എന്നിട്ട് എന്തൊക്കെയോ നടക്കുന്നു എന്നുള്ള രീതിയിലാണ് വന്നത്. കാരണം ഇപ്പൊ അദ്ദേഹം സുധാകരനാണെങ്കിൽ അദ്ദേഹം പറയുന്നുണ്ട് ഞാൻ അത്രയും എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഒരു നേതാവ് കൂടിയാണ്, അപ്പോൾ ആ ഒരു സ്ഥാനത്ത് നിൽക്കാൻ അദ്ദേഹത്തിനാണ് യോഗ്യത എന്നുള്ള രീതിയിലാണ് അദ്ദേഹം ഇപ്പോൾ പരാമർശവുമായിട്ട് മുമ്പോട്ട് വന്നിരിക്കുന്നത്. പക്ഷേ ആ KPCC സ്ഥാന ചടങ്ങിലാണെങ്കിലും തന്നെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇനി വരുന്നൊരു നേതാവ് എന്ന് പറയുന്നത് അദ്ദേഹം എൻ്റെ സഹോദര തുല്യനാണ്, അങ്ങനെയാണ് ഞാൻ അദ്ദേഹത്തെ കാണുന്നത്, എൻ്റെ എല്ലാ തരത്തിലുള്ള അധികാരങ്ങളും ഞാൻ അദ്ദേഹത്തിന് കൈമാറുകയാണ്, അതും വളരെ സന്തോഷത്തോടു കൂടിയാണ് അത് കൈമാറുന്നത് എന്നുള്ള രീതിയിലാണ് അദ്ദേഹം അന്ന് അത്രയും നല്ല പ്രസംഗത്തോടു കൂടിയായിരുന്നു ആ വേദിയെ അദ്ദേഹം കയ്യിലെടുത്തത് എന്നുള്ള കാര്യം കൂടി നമ്മൾ ആരും തന്നെ മറന്നിട്ടില്ല. അതും ഏകദേശം 3 ദിവസങ്ങൾക്ക് അപ്പുറത്തേക്കാണ് ഇപ്പോൾ ആ ഒരു നിലപാട് അദ്ദേഹം മാറ്റിയിരിക്കുന്നത് എന്നാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം ഇപ്പോൾ ഒരു നമ്മൾ എന്തായാലും ഇപ്പോൾ പാർട്ടി സംബന്ധമായിട്ടൊക്കെ പറയുകയാണെങ്കിലും ഇപ്പോൾ ഇനി നിർണായകമായ ഒരു ഘട്ടത്തിലേക്കാണ് പാർട്ടിയുടെ ഭാഗത്തു നിന്നാണെങ്കിലും ഇനി പോകേണ്ടിയിരിക്കുന്നത്. കാരണം CPM-ന്റെ കാര്യത്തിലാണെങ്കിലും കോൺഗ്രസിന്റെ കാര്യത്തിലാണ് ഇനി വരുന്ന ഒരു ഇലക്ഷൻ, അതിനെ ഉറ്റുനോക്കിയിട്ടാണ് അവരെ പാർട്ടിയിൽ അഴിച്ചുപണികളെല്ലാം തന്നെ നടത്തുന്നത്. ഇപ്പൊ മുസ്ലിം ലീഗിന്റെ ഭാഗത്തു നിന്നാണെങ്കിലും അവർ അതിൻ്റെതായ രീതിയിലുള്ള എല്ലാ മുന്നൊരുക്കങ്ങളും നടത്തുന്നുണ്ട്. പുതിയൊരു മാറ്റമാണ് ഇപ്പോൾ മുസ്ലിം ലീഗിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ CPM-ലാണെങ്കിലും ഇപ്പൊ അവർ സംസ്ഥാന കമ്മിറ്റിയൊക്കെ നടത്തി പുതിയ സ്ഥാനമാനങ്ങളൊക്കെ കൊടുക്കുകയും അവിടെയും അവർ നേതാക്കളെയൊക്കെ മാറ്റി സ്ഥാപിച്ചിട്ട് അങ്ങനെയൊക്കെ മാറ്റിയിട്ടാണ് അവർ ആ ഒരു CPM-ന്റെ പോക്കാണെങ്കിലും ഉണ്ടായത്. അവിടെയും പറഞ്ഞു ഒരുപാട് അഭിപ്രായ ഭിന്നതകൾ പാർട്ടിക്കകത്തുണ്ടെന്ന്. പിന്നെ അതിനെല്ലാം ശേഷമാണ് ഇപ്പോൾ ഇങ്ങനെ കോൺഗ്രസിലും ഇത്തരത്തിലൊരു അഭിപ്രായ ഭിന്നത നിലനിൽക്കുന്നു എന്നുള്ളൊരു കാര്യം കൂടി ഇപ്പോൾ നിലവിൽ വന്നിരിക്കുന്നത്. അതിന്റെ പ്രതികരണവുമായിട്ടാണ് ഇപ്പോൾ സുധാകരൻ രംഗത്ത് വന്നിരിക്കുന്നത്. തനിക്ക് ഈ ഒരു സ്ഥാനം ഒഴിയാൻ യാതൊരു തരത്തിലുള്ള താല്പര്യവും ഇല്ല എന്നുള്ള രീതിയിലാണ് അദ്ദേഹം ഇപ്പോൾ പ്രതികരിക്കുന്നത്. ആ ഒരു പ്രതികരണത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് കോൺഗ്രസിൽ ഇപ്പോഴും അഭിപ്രായ ഭിന്നത നിലനിൽക്കുന്നു എന്നുള്ള കാര്യം കൂടിയാണ്, അല്ലേ? അതെ, തീർച്ചയായിട്ടും. തന്നെ മാറ്റാൻ പാർട്ടിക്കുള്ളിൽ ചില ശ്രമങ്ങൾ നടന്നിരുന്നുവെന്ന് വിശ്വസിക്കുന്നു. സ്വാർത്ഥ താല്പര്യമുള്ള ചില നേതാക്കളാണ് ഇതിന് പിന്നിലെന്നാണ് അദ്ദേഹം ആരോപിക്കുന്നത്. ഇപ്പോൾ നടത്തിയിട്ടുള്ള ഒരു വാർത്താ സമ്മേളനത്തിൽ അല്ലെങ്കിൽ മറ്റു മാധ്യമങ്ങളോട് പ്രതികരിച്ചതിൽ അദ്ദേഹം പറഞ്ഞിട്ടുള്ളൊരു കാര്യം, വ്യക്തിപരമായ ലക്ഷ്യങ്ങളുള്ളവരുടെ നീക്കമാണിത്, നിരാശ മറച്ചു വെക്കേണ്ട കാര്യമില്ലെന്ന് സുധാകരൻ പറയുകയായിരുന്നു. അദ്ദേഹത്തിന് ശരിക്കും അതൊരു അതൃപ്തി പ്രകടിപ്പിക്കുന്ന തരത്തിലുള്ള വാക്കുകളായിരുന്നു അത്. കാരണം നമ്മൾ നോക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന് പിന്തുണച്ചുകൊണ്ട് ഒരുപാട് നേതാക്കൾ തന്നെ വന്നിട്ടുണ്ടായിരുന്നു. ശശി തരൂരായാലും
ആയാലും വെള്ളാപ്പള്ളി നടേശൻ വരെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത്തരത്തിലൊരു സാഹചര്യത്തിൽ അത്രയും പിന്തുണ ലഭിച്ച് നിൽക്കുന്ന ആ ഒരു സാഹചര്യത്തിൽ ഹൈക്കമാൻഡിൽ നിന്നും യാതൊരു തരത്തിലുള്ള അദ്ദേഹത്തിന് മാറ്റണമെന്ന രീതിയിലൊന്നും വന്നിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ വിചാരിച്ചത് അധ്യക്ഷ സ്ഥാനം മാറില്ല എന്ന് തന്നെയായിരുന്നു വിശ്വസിച്ചുകൊണ്ടിരുന്നത്. പക്ഷെ പെട്ടെന്ന് സണ്ണി ജോസഫിലേക്ക് അത് മാറുന്ന ഒരു സാഹചര്യം കണ്ടപ്പോൾ ആ ഒരു മാറ്റിയൊരു തന്നെ ഈ ഒരു സ്ഥാനത്ത് നിന്ന് മാറ്റിയൊരു രീതി ശരിയാണോ എന്ന് പരിശോധിക്കണമെന്നും അതൃപ്തി പ്രകടിപ്പിക്കുകയുമായിരുന്നു ഇപ്പോൾ ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ വേറൊരു കാര്യം എന്ന് പറയുന്നത് കോൺഗ്രസിൽ ഇത്തരത്തിലൊരു നീക്കം നടന്നതിന് പിന്നിൽ എന്ന് പറയുന്നത് ഉമ്മൻചാണ്ടിക്ക് ശേഷം ഒരു ക്രിസ്ത്യൻ വിഭാഗത്തിൽപ്പെട്ട ഒരു നേതാവ് കോൺഗ്രസിൽ വേണം എന്നുള്ളൊരു ഒരു തീരുമാനം എടുത്തതിന് ആസ്പദമാക്കിയാണ് ഇത്തരത്തിലൊരു തീരുമാനത്തിലേക്ക് അവർ മാറിയത്. കാരണം ഈ ഒരു സ്ഥാനാർത്ഥിയുടെ അല്ലെങ്കിൽ ഈ ഒരു നേതാവിൻ്റെ പേര് ഇങ്ങനെ ഉന്നയിച്ചതും അത്തരത്തിലൊരു കാര്യം കൂടി മുമ്പിൽ നിർത്തിയിട്ടാണ് എന്നുള്ളൊരു കാര്യം കൂടി നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ആ ഒരു സാഹചര്യത്തിലാണ് അദ്ദേഹത്തെ പിന്തുണച്ചാണെങ്കിലും അദ്ദേഹത്തിനെ കുറിച്ചിട്ടുള്ള നല്ല നല്ല കാര്യങ്ങളാണെങ്കിലും ആ ഒരു വേദിയിൽ അത്രയും ഉറച്ച വിശ്വാസത്തോടു കൂടി പറഞ്ഞിരുന്ന ഒരു നേതാവാണ് ഇത്തരത്തിൽ പിന്നീട് അത് കഴിഞ്ഞ 3 ദിവസങ്ങൾക്ക് ശേഷം ഒരു വിവാദ പരാമർശവുമായിട്ട് മുമ്പോട്ട് വന്നിരിക്കുന്നത് അല്ലേ? അതെ, ഇപ്പം എന്തായാലും ഇനിയുള്ളത് വളരെ നിർണായകമായ 3 തിരഞ്ഞെടുപ്പുകളാണ് ഇനി വരാനിരിക്കുന്നത്. നിലമ്പൂരിലായാലും തദ്ദേശ തിരഞ്ഞെടുപ്പായാലും നിയമസഭാ തിരഞ്ഞെടുപ്പ് എല്ലാം തന്നെ വളരെയധികം നിർണായകമായിരിക്കുന്ന ഒരവസരത്തിൽ ഇത്തരത്തിലൊരു കോൺഗ്രസിൽ തന്നെ ഒരു കോർഡിനേഷൻ ഇല്ലെങ്കിൽ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു പിളർപ്പ് എല്ലാം തന്നെ മറ്റു പാർട്ടികൾക്ക്, അതായത് CPM അല്ലെങ്കിൽ പിണറായി സർക്കാരിനും എല്ലാം തന്നെ വളരെ ഒരു അഡ്വാൻറ്റേജ് ആയിട്ടുള്ള അനുകൂലമായൊരു നിലപാടിലേക്ക്, അതായത് ജനങ്ങളുടെ മനസ്സിലാണെങ്കിലും ഇപ്പോൾ ഇനിയൊരു ഭരണമാറ്റം എന്നുള്ളൊരു തീരുമാനം മുളപൊട്ടിയിട്ടുണ്ടെങ്കിലും പക്ഷേ ആ ഒരു തീരുമാനത്തിന് അവർക്ക് ആ തീരുമാനം തിരുത്തേണ്ട അവസ്ഥയിലേക്ക് ഈ കോൺഗ്രസ് തന്നെ അവസരം ഒരുക്കി കൊടുക്കുന്നു എന്നുള്ള കാര്യം കൂടിയാണ്. കാരണം ഈ വട്ടം ഇനിയിപ്പോൾ കോൺഗ്രസ് വന്നില്ല എന്നുണ്ടെങ്കിൽ കോൺഗ്രസിന്റെ ആ ഒരു വേര് അപ്പാടെ മുറിച്ച് നീക്കപ്പെടാനുള്ള ഒരു സാധ്യതയാണ് ഇനി കാണുന്നത്. അപ്പോൾ അതെന്തായാലും ആ ഒരു സാഹചര്യം ഇല്ലാതിരിക്കാൻ വേണ്ടി ഇവർ നല്ല ശക്തമായിട്ട് എല്ലാവരും ഒരുപോലെ, അണികളെല്ലാം ഒരുപോലെ നിന്ന് പോരാടിയാൽ മാത്രമേ ഇനിയുള്ള ഒരു വിജയം ഇവർക്ക് നേടാൻ കഴിയുകയുള്ളൂ. അപ്പോൾ ഇതേ ഒരു സാഹചര്യത്തിൽ നമ്മളിപ്പോൾ വേറൊരു കേസിന്റെ കാര്യം കൂടി നമുക്ക് ഇതിൽ എടുത്ത് പറയാം. കാരണം അഖിൽ മാരാറിന്റെ കേസ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. കാരണം അദ്ദേഹം രാജ്യദ്രോഹ കുറ്റമാണ് അദ്ദേഹത്തിന് എതിരെ ചുമത്തിയിരിക്കുന്നത്. അത് BJP-യിൽ നിന്നാണ്. സംഘപരിവാറിന്റെ നേതാവ് കൂടിയായിട്ടുള്ള ആളാണ് ഈ ഒരു കേസിലോട്ട് കേസ് കൊടുത്ത് മുമ്പോട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ അതിലും പലതരത്തിലുള്ള അഭ്യൂഹങ്ങളുണ്ട്. കാരണം ഈ അഖിൽ മാരാർ എന്ന് പറഞ്ഞ വ്യക്തി ആദ്യമൊക്കെ തികച്ചും ഒരു BJP ചായ്വുള്ള ഒരാളാണ് എന്നുള്ള രീതിയിലായിരുന്നു പുറത്തു വന്നിരുന്ന ഓരോ വിവരങ്ങളും. അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്തിരുന്നത് BJP സംബന്ധമായിട്ടുള്ള എല്ലാ നേതാക്കളുമായിരുന്നു. പക്ഷേ അദ്ദേഹത്തിന്റെ ഓരോ നിലപാടുകളാണെങ്കിലും ഒക്കെ തന്നെ ഇപ്പോൾ കോൺഗ്രസിനെ ബേസ് ചെയ്തിട്ട്, അതായത് കോൺഗ്രസിനെ അനുകൂലിച്ചിട്ടുള്ള നിലപാടുകളിലേക്കാണ് അദ്ദേഹം മാറുന്നത്. കാരണം അടുത്ത തിരഞ്ഞെടുപ്പിലേക്ക് അദ്ദേഹം മത്സരിക്കും എന്നുള്ള രീതിയിലൊക്കെയുള്ള വാർത്തകളാണ് ഇപ്പോൾ നമുക്ക് മുമ്പോട്ട് വരുന്നത്. അപ്പോൾ അങ്ങനെയുള്ള കുറേ നേതാക്കളും, അതായത് യുവാക്കൾ മുമ്പോട്ട് വരുന്നു. അതുപോലെ നമ്മൾ ഇപ്പോൾ ഷാഫി പറമ്പിലാണെങ്കിലൊക്കെ തന്നെ അവരൊക്കെ യുവ നേതാക്കളായിട്ട് മുമ്പോട്ട് വരുന്ന സാഹചര്യത്തിൽ ഇത്തരത്തിൽ പാർട്ടിയിൽ വളരെ പരിചയ സമ്പത്തുള്ള കുറച്ച് ആൾക്കാർ ഇത്തരത്തിലുള്ള നിലപാടുകൾ മാറ്റി കളിക്കുന്ന ഒരു സാഹചര്യം കാണുമ്പോൾ ഇനി ഒരു കോൺഗ്രസിന്റെ ഒരു ഭാവി ഇനി എങ്ങോട്ടാണ് എന്നുള്ള കാര്യത്തിൽ വളരെ നിർണായകമായ ഒരു ഘട്ടത്തിലേക്കാണ് അവർ സഞ്ചരിക്കുന്നത് എന്ന് നമുക്ക് പറയാം. ഇപ്പോൾ ഈ കെ സുധാകരൻ പറഞ്ഞ വാക്കുകളിൽ തന്നെ പറയുന്നത് അദ്ദേഹത്തിന് പിന്തുണ അർപ്പിച്ചുകൊണ്ട് അല്ലെങ്കിൽ ജീവൻ പോലും നൽകാൻ വേണ്ടിയിട്ട് തയ്യാറായിട്ട് ഒരുപാട് അണികളാണ് കൂടെ നിൽക്കുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ട് ഞാൻ എന്തായാലും ഇവിടെ തന്നെ ഉണ്ടാകും. പക്ഷേ എന്നെ അല്ലെങ്കിൽ ഞങ്ങളെപ്പോലുള്ള കുറേ പേര് എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരുടെ വാക്കുകളൊന്നും കേൾക്കാത്ത ഈ നേതാക്കന്മാർ അല്ലെങ്കിൽ മറ്റു പാർട്ടിക്ക് അകത്ത് നിൽക്കുന്ന കുറച്ച് മുതിർന്ന നേതാക്കന്മാരെയൊക്കെ എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. പക്ഷേ ഇത്തരത്തിൽ തന്നെ നിൽക്കും എന്ന രീതിയിലായിരുന്നു അദ്ദേഹം ഇപ്പോൾ സംസാരിച്ചിട്ടുണ്ടായിരുന്നത്. ഇപ്പം നമുക്ക് നമ്മുടെ അഭിപ്രായം വെച്ച് നോക്കുകയാണെങ്കിലും ഇപ്പോൾ KPCC ആണെങ്കിലും മറ്റേത് പാർട്ടിയിലാണെങ്കിലും ഇപ്പോൾ കോൺഗ്രസോ മറ്റ് BJP ഏത് പാർട്ടിയിലായിരിക്കട്ടെ, നേതാക്കൾ എന്ന് പറഞ്ഞാൽ എപ്പോഴും ഒരേ നേതാക്കൾ തന്നെ ആ ഒരു ഭരണം കാഴ്ചവെക്കുമ്പോൾ അത് മറ്റുള്ളവരുടെ ഒരു അവസരത്തെ കൂടിയാണ് അല്ലേ ഇല്ലാതാക്കുന്നത്. അപ്പോൾ മാറ്റം അനിവാര്യമാണ്. എല്ലാവർക്കും അവരുടേതായ തീരുമാനങ്ങൾ നടപ്പാക്കാനുള്ള അവസരങ്ങൾ ലഭിക്കണം. അപ്പോഴാണ് ഒരു പാർട്ടി എന്ന രീതിയിലല്ലേ എല്ലാ തരത്തിലും അത് പൂർണ്ണമാവുക എന്ന് നമ്മൾ വിശ്വസിക്കേണ്ടിയിരിക്കുന്നു. എന്തായാലും കെ സുധാകരൻ ഇപ്പോൾ വീണ്ടും പറയുന്നതെന്ന് വെച്ചാൽ മാറ്റം അനിവാര്യം തന്നെയാണ്, പക്ഷെ മാറ്റിയ രീതി ശരിയായില്ല എന്നാണ് അദ്ദേഹം വീണ്ടും പറയുന്നത്. ഒരു തരത്തിലുള്ള രീതിയിൽ സംസാരിക്കുന്നില്ല, മാറ്റുന്നതിന്റെ കാര്യത്തിനെ കുറിച്ചിട്ട് ഒരു പൂർണ്ണ വ്യക്തത ഇല്ലാതെ പെട്ടെന്ന് ഒരു മാറ്റം, ആ ഒരു മാറ്റം അനിവാര്യമായിരുന്നു എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത്. സണ്ണി ജോസഫിനെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ കെ സുധാകരനാണ് കൂടുതലായിട്ടും അനുഭവ സമ്പത്തുകളും എല്ലാം ഉള്ളത് എന്നുള്ള കാര്യമാണ് അദ്ദേഹം പിന്നെയും ആവർത്തിച്ച് പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് അല്ലേ ഈ ഒരു കാര്യത്തിൽ.
അപ്പോൾ ഇത്തരത്തിലുള്ളൊരു നിലപാട് മാറ്റം കോൺഗ്രസിനെ ഇനി എത്രമാത്രം ഏത് രീതിയിലൊക്കെ ബാധിക്കും എന്നുള്ളതൊക്കെ നമുക്ക് ഇനി വരുന്ന ദിവസങ്ങളിൽ തന്നെ കണ്ട് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ഇനി കോൺഗ്രസിലെ മുതിർന്ന നേതാക്കളൊക്കെ ഇനി എങ്ങനെയാണ് ഈ ഒരു തീരുമാനത്തെ, അദ്ദേഹത്തിന്റെ ഈ ഒരു നിലപാട് മാറ്റത്തെ എങ്ങനെയൊക്കെയാണ് വിലയിരുത്തുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്കിനി വരും ദിവസങ്ങളിൽ മനസ്സിലാക്കാൻ പറ്റും. അതെ, ആരൊക്കെ ഈ ഇദ്ദേഹത്തിന്റെ വാക്കുകളോട് അല്ലെങ്കിൽ ഇദ്ദേഹത്തിന്റെ അടുത്ത് ഇനി പിന്തുണ അറിയിച്ചുകൊണ്ട് വരുമെന്നോ അല്ലെങ്കിൽ പിന്തുണ അറിയിക്കാത്തവരാരൊക്കെയാണെന്നോ ആ ഒരു പാർട്ടിക്കകത്തുള്ള ബാക്കി കാര്യങ്ങളെല്ലാം തന്നെ ഇനി വരും ദിവസങ്ങളിൽ നമുക്ക് അറിയാനായിട്ട് സാധിക്കും. ഇനിയിപ്പോ കെ സുധാകരൻ ഇനി വേറൊരു പാർട്ടിയിലേക്ക് പോകാനുള്ള ചാൻസ് ഉണ്ടോ എന്ന്, കാരണം കോൺഗ്രസ് നിന്നാണ് ഏറ്റവും കൂടുതലായിട്ട് ആളുകൾ ഇങ്ങനെ പാർട്ടി മാറിപ്പോകുന്ന സാഹചര്യം നമ്മൾ കാണുന്നത്. അപ്പൊ അങ്ങനെയുള്ള വല്ല അദ്ദേഹത്തിന്റെ അങ്ങനെയുള്ള വല്ല തീരുമാനങ്ങൾ ഇനി ഉണ്ടാകുമോ എന്നുള്ള കാര്യങ്ങളൊക്കെ ഇനി വരും ദിവസങ്ങളിലായിരിക്കും നമുക്ക് മനസ്സിലാക്കാൻ പറ്റുക അല്ലേ? അതെ, തീർച്ചയായിട്ടും.